ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് പോർച്ചുഗീസ് ഗോബി. സാധാരണയായിട്ട് നമ്മൾ കോളിഫ്ലവർ വെച്ച് ട്രൈ ചെയ്യാറുള്ളത് ചില്ലി ഗോപിയും ഗോബി മഞ്ചൂരിയനും ആണ്. അപ്പോൾ ഒരു വെറൈറ്റി രീതിയിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് കുറച്ച് ക്രീമി ടെക്സ്ചറിൽ സെമി ഗ്രേവി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഡിഷ് ഞങ്ങൾ ആദ്യമായിട്ട് കഴിച്ചത് തൃശ്ശൂരിലുള്ള ഭാരത് ഹോട്ടലിൽ നിന്നാണ്. അപ്പത്തിന്റെ കൂടെയും നൂലപ്പത്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കിടു കോമ്പിനേഷൻ ആണ് ഈ പോർച്ചുഗീസ് ഗോബി. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം. അതിനായിട്ട് മീഡിയം സൈസിലുള്ള ഈ ഒരു കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. കോളിഫ്ലവർ ഇതേപോലെ അടർത്തിയെടുത്തത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഒരു 10 മിനിറ്റോളം വെക്കാം. ഇനി ഇത് 10 മിനിറ്റോളം ഇഡ്ഡലി തട്ടിലിട്ട് ഒന്ന് ആവിയേറ്റിയെടുക്കണം. അടുത്തതായിട്ട് കോളിഫ്ലവർ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. ആദ്യം തന്നെ 1 കപ്പ് മൈദ എടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, കുറച്ച് മല്ലിയിലയും, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ ഫോമിലാക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം ലൂസിലാവാൻ പാടില്ല, എന്നാൽ കുറച്ച് തിക്കും ആയിരിക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നേരത്തെ വേവിച്ച് മാറ്റി വെച്ച കോളിഫ്ലവർ ഈ മാവിലോട്ട് മുക്കി പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇടാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ 2 സവാള ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്നു കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ വറുത്ത് മാറ്റി വെച്ച കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ഈ ഗ്രേവി ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു കപ്പോളം ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിക്കായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം.
ഇതൊന്ന് മൂടി വെച്ച് ചാറൊന്ന് കുറുകണ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കാഷ്യൂനട്ട് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 കാഷ്യൂനട്ട്സ് പാലിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ് ഇതിലോട്ട് ചേർത്തത്. ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള പോർച്ചുഗീസ് ഗോബി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.